പുതിയ അധ്യയന വർഷ ആരംഭത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി കായംകുളം ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കും ആയമാർക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ചുമതലയുള്ള അധ്യാപകർക്കുമായാണ് ക്ലാസ് നടത്തിയത്. പുതിയ അധ്യയന വർഷാരംഭത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി കായംകുളം ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കും ആയമാർക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ചുമതലയുള്ള അധ്യാപകർക്കുമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കർശനമായ ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായി അധ്യയന വർഷം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വിവിധ സ്കൂളുകളിൽ നിന്നുമായി 150ഓളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. കായംകുളം പോലീസ് ഇൻസ്പെക്ടർ അരുൺ ഷാ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവേഴ്സിന് അപ്പോൾ അദ്ദേഹം നോക്കേണ്ടത് എല്ലാവർക്കും ലൈസൻസ് ഉണ്ടാവും. ആ ലൈസൻസ് വാലിഡ് ആവണം. എൻ്റെ ലൈസൻസ് കാലാവധി കഴിയാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് പുതുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ സേഫ്റ്റി ഓഫീസേഴ്സ് എത്ര പേരുണ്ട് ഈ മീറ്റിങ്ങിൽ? സേഫ്റ്റി ഓഫീസേഴ്സ് എല്ലാ സ്കൂളിലെ സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്. എല്ലാവരും അധ്യാപകരാണല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സ്കൂളിൽ ആകെ എത്ര വാഹനങ്ങളുണ്ട്? സ്കൂളിലെ വാഹനങ്ങൾ ഇപ്പോൾ 3 രീതിയിലുള്ള വാഹനങ്ങളുണ്ടാകും. ഒന്ന്, സ്കൂളിന് നേരിട്ട് വാഹനങ്ങളുണ്ടാവും, സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ. അതുകൂടാതെ രക്ഷകർത്താക്കളെല്ലാം ഒരു ഏരിയയിൽ നിന്ന് ഏതെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങൾ സംഘടിപ്പിച്ചിട്ട് അവിടെയുള്ള കുട്ടികളെ എത്തിക്കുന്ന വാഹനങ്ങളുണ്ടാവാം. പ്രൈവറ്റ് ബസ്, മറ്റുള്ള KSRTC പോലുള്ള മറ്റ് വാഹനങ്ങളെ ആശ്രയിച്ച് വരുന്ന കുട്ടികളുണ്ടാവാം. അതുകൂടാതെ നടന്നു വരുന്ന കുട്ടികളുണ്ടാവാം. പിന്നെ സ്വന്തം സൈക്കിളോ ലൈസൻസ് വേണ്ടാത്ത വാഹനങ്ങളോ ഉപയോഗിച്ച് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ടോട്ടൽ 100 കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 100 പേരും എങ്ങനെയാണ് സ്കൂളിൽ എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഈ സേഫ്റ്റി ഓഫീസറിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ട് ഈ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ എത്തുന്നത്, തിരിച്ചു പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നമ്മുടെ സ്കൂളിലുള്ള എല്ലാ വാഹനങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവണം. അതിൻ്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ വാഹനത്തിൽ ആരൊക്കെയാണ്, ഓരോ വാഹനം, ഒന്നിലധികം വാഹനങ്ങളുണ്ടെങ്കിൽ ആ വാഹനത്തിൽ ഡ്രൈവേഴ്സ് ആരാണ്. ഇനി ഇൻ കേസ് അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരം അടുത്ത ഡ്രൈവർ ഡ്യൂട്ടിയിൽ ഉള്ള ആളാരാണ്, ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആളാരാണ്. അതുപോലെ ആയമാർ, ഡോർ കീപ്പേഴ്സ് ആരാണ്. ഇതെല്ലാം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവണം വിത്ത് ഫോൺ നമ്പർ. അതോടൊപ്പം തന്നെ ഈ രക്ഷകർത്താക്കളുടെ എല്ലാവരുടെയും കോൺടാക്ട് നമ്പറും ഉണ്ടാവണം. നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട്, കുട്ടികൾ യൂണിഫോം ഇട്ട് രാവിലെ സ്കൂളിൽ വരും. സ്കൂളിൽ വന്നിട്ട് ആ കുട്ടി ചിലപ്പോൾ കാണാനില്ല. ആ കുട്ടി ചിലപ്പം വീട്ടിൽ നിന്ന് യൂണിഫോമും ബാഗും ഒക്കെ ആയിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഈ ബസ് കയറുമില്ല. ആ ബസ് കയറി സ്കൂളിൽ സമയത്ത് എത്തുമില്ല. അപ്പോൾ അതിനിടയ്ക്ക് എവിടെയോ 1-2 മണിക്കൂർ മിസ്സാവും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം. ട്രാഫിക് SHO ആനന്ദകുമാർ സ്വാഗതം പറഞ്ഞു. SI വിനോദ്കുമാർ, അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ S സന്തോഷ്, സുൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.